ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ കാർത്തികയും ഗംഗാപ്രസാദും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എടി, മര്യാദയ്ക്ക് എനിക്ക് സ്വത്തുക്കൾ വിട്ടു തന്നിട്ട് പോകുന്നതായിരിക്കും നിനക്ക് നിൻ്റെ അമ്മയ്ക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിൻ്റെയും നിൻ്റെ അമ്മയുടെയും ജീവൻ നഷ്ടപ്പെടും. അതിനു മുമ്പ് നിന്നെ സ്നേഹിക്കുകയും നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെയും ജീവനും നഷ്ടപ്പെടും. അങ്ങനെ എന്തെങ്കിലും വേണമെന്നാണെങ്കിൽ നീ ഉറപ്പായിട്ടും സ്വത്ത് വിട്ട് തരണ്ട. അതല്ല, നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ, നിൻ്റെ കൂടപ്പറപ്പോ നിൻ്റെ ചുറ്റും നിൽക്കുന്നവരും നിനക്ക് വേണമെന്നാണെങ്കിൽ ഉറപ്പായിട്ടും നീ ഒഴിഞ്ഞു മാറി പോകണം കാർത്തികേ. അതല്ല, അങ്ങനെ ചെയ്യാൻ നിനക്ക് താല്പര്യമില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കൂ. എന്തൊക്കെ സംഭവിച്ചാലും ഞാനേ ഒരു കാര്യം തീരുമാനിച്ചതാ. കൊന്നുകളയും ഞാൻ. കൊന്നുകളഞ്ഞിട്ട് സ്വത്തുക്കളെല്ലാം നേടിയെടുക്കും. ഇനി നിനക്കൊക്കെ വേണമെങ്കിൽ കുറച്ച് നക്കാപ്പിച്ച് എടുത്തോ. അതിനുശേഷം ഇവിടെ എവിടെയെങ്കിലും നീയൊക്കെ താമസം ഉറപ്പിച്ചോ. നീയും നിൻ്റെ അമ്മയും ഇവിടെ സന്തോഷമായിട്ട് ജീവിച്ചോ. എനിക്കതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല, പ്രശ്നങ്ങളുമില്ല. പക്ഷേ എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ എനിക്ക് കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും. ഇല്ലടാ, ചാകേണ്ടി വന്നാലും എൻ്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ആ സ്വത്തുക്കൾ നിനക്ക് ഞാൻ തരില്ലടാ. നിന്നെപ്പോലെ ഒരു ദുഷ്ടന് സ്വത്തുക്കൾ കൊടുത്താ മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി പോലും കിട്ടില്ല. ആ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടാ പോയത്, ഒരാപത്തും സംഭവിക്കരുത്, സ്വത്തുക്കളൊന്നും നിൻ്റെ കയ്യിൽ തരരുതെന്ന്. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഉറപ്പായിട്ടും ആ മനുഷ്യന് സമാധാനം ഉണ്ടാവില്ലടാ. മരിച്ച് മണ്ണടിഞ്ഞു പോയിട്ടും ആത്മാവായി മുകളിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സമാധാനവും സന്തോഷമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നീ എന്തൊക്കെ ചെയ്താലും ഞാനൊന്നേ പറയൂ, എൻ്റെ അച്ഛൻ്റെ അനുവാദം ഇല്ലാതെ, എൻ്റെ അച്ഛൻ്റെ സമ്മതം ഇല്ലാതെ ഒരിക്കലും ആ സ്വത്തുക്കൾ നിനക്ക് ഞാൻ തരില്ല എന്നും പറയാം. എന്നാൽ നമുക്ക് കാണാടി, നീ കാത്തിരുന്നോ. നിന്റെ മരണത്തിനായുള്ള ദിവസം എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഓരോ ദിവസവും എണ്ണിക്കൊണ്ടേയിരുന്നോ. ഓരോ ദിവസം കഴിയും തോറും നിനക്കിനി നാശത്തിൻ്റെ നാളുകളാണ് എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വരുണിനെയാണ്. വരുൺ സാരിയൊക്കെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുക. കല്യാണിയും ജുബാനയും നിഷയും നിതയും ഒക്കെയുണ്ട്. അപ്പോൾ അവരെല്ലാവരും സാരി കണ്ടിട്ട് അപ്പോൾ വരുൺ ചോദിക്കുക, എങ്ങനെയുണ്ട് ചേച്ചി, സാരി ഇഷ്ടപ്പെട്ടോ എന്നും. ഇതെല്ലാം മനോഹറിൻ്റെ സംഭാവനയാണ്. അപ്പോൾ നമ്മുടെ കല്യാണി, അതിന് സാരി ഇഷ്ടപ്പെടേണ്ടത് ഞങ്ങളല്ലല്ലോ, നിതയല്ലേ, നിതയ്ക്ക് ഇഷ്ടപ്പെട്ടോ. എന്തിനാ ഇഷ്ടപ്പെടാതിരിക്കുന്നേ? എത്ര കോടികൾ മുടക്കിയ സാരി ചെയ്ത്, അപ്പോൾ പിന്നെ ഇഷ്ടപ്പെടാതിരിക്കുമോ എന്നും നിത. അത് കേട്ടതും അവൻ്റെ കയ്യിൽ എൻ്റെ അച്ഛൻ കൊടുത്ത് 7 കോടി രൂപ ഇരിക്കുക. അതുകൊണ്ട് അവൻ കോടികൾ മുടക്കാനോ ലക്ഷങ്ങൾ മുടക്കാനോ ബുദ്ധിമുട്ട് കാണിക്കുന്നില്ല. എന്ത് മേടിച്ചു തന്നാലും കോടികളും ലക്ഷങ്ങളും മുടക്കിയ തന്നെ മേടിച്ചു തരുന്നത്. എന്തായാലും കല്യാണത്തിൻ്റെ കല്യാണം അടുത്തെത്തി. ഇനി അവനെ നമുക്ക് എങ്ങനെയെങ്കിലും തകർക്കാനുള്ള കാര്യങ്ങളാവും. അവനെ തകർത്ത് കഴിയുമ്പോൾ പിന്നെ സന്തോഷവും സമാധാനവുമായിട്ട് ജീവിക്കണം. എന്തായാലും എനിക്ക് സന്തോഷം അടുത്തുകൊണ്ടേയിരിക്കുമോ ചേച്ചി. അവനെപ്പോലൊരു ഭീകരനെ നമ്മൾ തകർക്കുന്നത് ബുദ്ധിപരമായിട്ടാണ്. അവനാണെങ്കിൽ നമ്മുടെ വലയിൽ വീഴുകയും ചെയ്തു. ഇനി എനിക്ക് എന്നും സന്തോഷം തന്നെയാണ്. കാരണം അവനെപ്പോലെ ഒരുത്തൻ ഈ ജന്മം ഇനി ഒരിക്കലും നന്നാവില്ല എന്ന് നമ്മൾ കണ്ടറിഞ്ഞതാ. അതുകൊണ്ട് അവനെ നന്നാക്കാൻ നമ്മൾ ഒരുമ്പിട്ടിറങ്ങിയതാ. അവൻ്റെ പതനം തുടങ്ങിക്കഴിഞ്ഞു അല്ലേ ചേച്ചി. ഇനി നമുക്ക് സന്തോഷിക്കാം. ഇല്ല വരുൺ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും സന്തോഷം എന്നുള്ളത് ഒരിക്കലും എനിക്ക് കടന്നു വരുന്നില്ല. കാരണം ഒരു ഭീകരനെ നമ്മൾ തകർക്കുമ്പോൾ മറ്റൊരു ഭീകരൻ ജന്മമെടുത്ത് വന്നുകൊണ്ടിരിക്കുക. അവൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനം ഉണ്ടാക്കുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ ആകെ ടെൻഷനില്ല എന്നൊക്കെ പറയുകയാണ്. അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ വരുൺ പറയുക, ചേച്ചി പേടിക്കണ്ട ചേച്ചി, എന്തായാലും മനോഹറെ പോലെ ഒരുത്തനെ നമ്മൾ തകർക്കുന്നില്ലേ, അതുപോലെ തന്നെ അവനെയും നമുക്ക് തകർക്കാം. ഗംഗാപ്രസാദിനെ, അവനെ കൊണ്ടും ചേച്ചിക്കൊരു ശല്യം ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് അവനെയും തന്ത്രപൂർവ്വം വളയ്ക്കാം. ഇല്ല വരുൺ, നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരക്കാരനല്ല അവൻ. അവൻ്റെ സ്വഭാവത്തിന് പല മാറ്റങ്ങളും ഉണ്ട്. അവൻ ചെയ്തു കൂട്ടുന്നതൊക്കെ ക്രിമിനൽ തരങ്ങളാണ്, ക്രിമിനൽ പശ്ചാത്തലമുള്ളൊരുത്തനാ. അങ്ങനെയുള്ളപ്പോൾ അവനെ നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് നേരിടാൻ കഴിയില്ല. നമ്മൾ പെണ്ണുങ്ങളുടെ ബുദ്ധി കൊണ്ട് അവനെ തകർക്കാനും കഴിയില്ല. അവനെ തകർക്കണമെങ്കിൽ ആണുങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നമ്മൾ പോകണം. ചേച്ചി പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം വന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച് അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവനെപ്പോലൊരു ദുഷ്ടനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഞങ്ങൾ മാത്രം മതി വരുൺ. നിങ്ങളിപ്പോൾ മനോഹരനെ ഇല്ലാതാക്കാൻ മാത്രം ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. അല്ലാതെ അവനെപ്പോലൊരു ദുഷ്ടൻ്റെ അടുത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. ചേച്ചി വിഷമിക്കാതെ, മനോഹറിൻ്റെ പതനം കഴിയട്ടെ, അതിനുശേഷം അവനെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ബുദ്ധിപൂർവ്വം ചിന്തിക്കാം. മണ്ഡപം ബുക്ക് ചെയ്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വരുൺ. എന്തായാലും അടുത്ത് തന്നെ കല്യാണം ഉണ്ടാവും. മനോഹറിനെ ചതിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിക്കോ
എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെയും ഒപ്പം സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണി അവിടെ നിന്ന് പോയി നേരെ കാർത്തികയുടെയും ലക്ഷ്മി അമ്മയുടെയും അടുത്തേക്കാണ് കല്യാണി ചെല്ലുന്നത്. അപ്പോൾ ലക്ഷ്മി അമ്മ, മോളെ പേടിയാവുന്നുണ്ട് മോളെ, ഓരോ ദിവസം കഴിയും തോറും ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവനെ പോലെ ഒരു കാലൻ ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പം തന്നെ അവൻ ചെയ്തത് കണ്ടില്ലേ മോളെ? മോളുടെ ഭർത്താവ് കിരൺമോനെയും കിരൺമോൻ്റെ അച്ഛനെയും അവൻ അപകടപ്പെടുത്തി. അവൻ എന്തായാലും അടങ്ങിയിരിക്കില്ല. അവനെ പോലൊരു ക്രിമിനൽ ഈ ലോകത്ത് വേറെ ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, മോള് ഞങ്ങളെ സഹായിക്കേണ്ട, ഒഴിഞ്ഞു മാറിപ്പോയിക്കോ മോളെ. ഞങ്ങളെ മോള് സഹായിച്ച മോളെ സ്നേഹിക്കുന്നവരെ അവൻ വെറുതെ വിടില്ല മോളെ. അതുകൊണ്ടാണ് പറയുന്നത്. എന്താ അമ്മ ഇത്? എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? ഞാനും എൻ്റെ കിരണേട്ടനും നിങ്ങൾക്ക് വാക്ക് തന്നതല്ലേ, ഞങ്ങളുടെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും നിങ്ങളെ രക്ഷിച്ചിരിക്കുമെന്ന്. ഒരുപാട് കടമ്പകൾ താണ്ടിയവളാണ് ഈ കല്യാണിക്ക് അതൊന്നും ഒന്നുമല്ല. ഈ കല്യാണിയെ കൊല്ലാൻ ഒരുപാട് പേര് മുന്നിൽ വന്നതാ. പക്ഷേ മരണത്തെ എല്ലാം ജയിച്ച് ഈ കല്യാണി ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും എനിക്ക് കിട്ടിയ ഭാഗ്യം മാത്രമല്ല, എൻ്റെ കിരണേട്ടൻ്റെ നന്മയും എൻ്റെ കിരണേട്ടൻ ചെയ്ത പുണ്യവുമാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാനും എൻ്റെ കിരണേട്ടനും നിങ്ങൾക്ക് വാക്ക് തന്നതാ, നിങ്ങൾക്ക് ഒരാപത്ത് സംഭവിക്കാതെ ഒരു പോറൽ പോലും ഏൽക്കാതെ ഗംഗാപ്രസാദിൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ചോളാന്ന് ആ വാക്ക് എന്നും പാലിച്ചു തന്നെ ഇരിക്കും. അതുകൊണ്ട് അവിടെ നിങ്ങൾ ഒന്നും വിചാരിക്കുകയും വേണ്ട, ഒന്നും ചിന്തിക്കുകയും വേണ്ട. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുണ്ടാവും. ദുഷ്ടനല്ലേ, ദുഷ്ടനെ ദൈവം പന പോലെ വാഴ്ത്തും. എന്നിട്ട് ഒരൊറ്റ ഇടലങ്ങോട്ടിടും. കുത്തി ഒടിഞ്ഞതുപോലെ പനമരം അവിടെ താഴെ കിടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഗംഗാപ്രസാദും ഉയരങ്ങളിലേക്ക് പോട്ടെ, ഉയരങ്ങളിലേക്ക് പറന്ന് അവൻ ഒരുപാട് സന്തോഷിക്കട്ടെ. അവസാനം മുകളിൽ നിന്നും നടുവും തല്ലി വീഴുമ്പോഴേ അവനറിയൂ അവൻ വന്നുവിട്ട സ്ഥലം ശരിയല്ലായിരുന്നു, കൃത്യമായ സ്ഥലത്തല്ല അവൻ എത്തിയതെന്ന്. അന്നേരം അവൻ മനസ്സിലാക്കും. ചേച്ചി ധൈര്യമായിട്ടിരിക്കേ മോളെ. എത്രയൊക്കെ ശത്രുക്കൾക്ക് പതനം കൊടുത്താലും അവനെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് ദൈവം ഇടയിലൊരു കാര്യം ചെയ്യും. ആ സമയത്താണ് നമുക്ക് വേണ്ടപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെടുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ മോളെ എന്നും കാർത്തിക ചോദിക്കുക. അങ്ങനെ ഒന്നും സംഭവിക്കില്ല ചേച്ചി. കിരണേട്ടൻ്റെ ഈ കിടപ്പ് അവനെ സമാധാനത്തിൽ അഴുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും കിരണേട്ടൻ അങ്ങനെ കിടക്കുന്നുണ്ട് അവനായതാണ്ട് ഇനി സമാധാനത്തിൽ തന്നെ നടക്കും. കാരണം കിരണേട്ടന് ഓർമ്മയും ഇതൊന്നും ഇല്ലല്ലോ. കിരണേട്ടന് ഓർമ്മയില്ലാതെ കിടക്കുന്നതാണ് ഇപ്പോഴത്തെ അവൻ്റെ ആശ്വാസം. അത് ശരിയാ, കിരൺമോൻ അങ്ങനെ തന്നെ കിടക്കട്ടെ കുറച്ച് നാൾ. ഇല്ലെങ്കിൽ അവൻ്റെ സ്വഭാവം അറിയാലോ. കിരണിന് ഒരു കുഴപ്പമില്ലെന്ന് അറിഞ്ഞാൽ അവൻ കിരണിനെ അപകടപ്പെടുത്താൻ ശ്രമിക്കും. പിന്നെ നമ്മൾ പേടിച്ചതുപോലെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് കിരണിനിപ്പോൾ അസുഖമാണെന്ന് തന്നെ വിചാരിച്ച് അവൻ നടന്നോട്ടെ. അത് ശരിയാ, അങ്ങനെ തന്നെയാണ് കിരണേട്ടനിപ്പം കിടക്കുന്നത്. എന്തായാലും നിങ്ങളൊന്നും പേടിക്കേണ്ട, ഒരാപത്ത് സംഭവിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം മോളെ. മോളുടെ സ്വന്തം അച്ഛനല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആണ്ട എന്ന് ഞങ്ങൾ ബലിയിട്ടിട്ട് വരിക. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയാമോ? മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ എൻ്റെ മോള് ചെയ്യണമെന്ന്. ഒരിക്കലും അവനെ കൊണ്ട് ചെയ്യിക്കരുതെന്ന്. സ്വന്തം അച്ഛനാ, ആ അച്ഛൻ പോലും അവനെ വെറുക്കുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? അതുകൊണ്ട് മാത്രമാണ് ഇന്ന് എൻ്റെ മോള് ബലിയിട്ടിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്തത്. മരിച്ചുപോയ അദ്ദേഹത്തിന് ശാന്തി കിട്ടണം. അത് മാത്രമല്ല, നല്ലൊരു മനുഷ്യനാണ്, നല്ല മനുഷ്യൻ്റെ മകനാവൻ. എന്നിട്ടും ആ സ്വഭാവം അവന് കിട്ടിയില്ല. അതെന്താണെന്നറിയില്ല. ദൈവങ്ങൾ പല അത്ഭുതങ്ങളും കാണിക്കുമല്ലോ. അതിലൊരുത്തനാണ് ദൈവത്തിൻ്റെ മകനായി പിറന്ന രാക്ഷസൻ എന്ന് തന്നെ പറയാം അവനെ. അത്രയ്ക്ക് ക്രിമിനലാ, കൊടും ക്രിമിനൽ, ഭീകരരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തൻ. അവനെ ഒരിക്കലും വെറുതെ വിടാൻ പറ്റില്ല കല്യാണി. എന്തായാലും അവൻ എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ അമ്മ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. ഈ സമയം പിന്നീട് അവർ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയതും കാർത്തിക അങ്ങനെ ഓരോ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്ക് ലക്ഷ്മി അടുക്കളയിൽ എന്തോ പണി. കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് ലക്ഷ്മി വാതിൽ തുറക്കുക. വാതിൽ തുറന്നതും മാഡം ഒരു കൊറിയറുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അത് മേടിക്കുക. അത് മേടിച്ചതിന് ശേഷം ലക്ഷ്മി വാതിലടച്ചു. എന്നിട്ട് ടേബിളിൻ്റെ അവിടെ പോയി ഇരിക്കുക. ടേബിളിലെ കൊറിയർ വെച്ചിട്ട് ചെയറിലിരുന്നുകൊണ്ട് ലക്ഷ്മി അത് പൊട്ടിക്കുക. എന്നിട്ട് പൊട്ടിച്ചു നോക്കിയതും അതിൽ നിന്നും ഒരു ചിതാഭസ്മത്തിൻ്റെ ഇതെടുക്കുക. അത് കണ്ടതും ലക്ഷ്മിയും കാർത്തികയും ഒന്ന് പേടിച്ചു. ഈ സമയം അതിനകത്ത് ഒരു കത്തും. ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛൻ മരിച്ചു കിടന്നപ്പോൾ എൻ്റെ അച്ഛനെ കത്തിച്ച ചിതയിൽ നിന്നും ഞാനെടുത്ത ചിതാഭസ്മമാണിത്. അന്ന് നിങ്ങൾ പോലും അറിയാതെ ഇത് ഞാൻ അങ്ങ് അടിച്ചു മാറ്റി. അതിനുശേഷം അതൊരു കടലിനകത്തോട്ട് ഒഴുക്കി വിട്ടു. അയാളുടെ ശല്യം എന്നേക്കുമായി ഒഴിവാക്കിയതുപോലെ, ഒഴിഞ്ഞു പോയതുപോലെ ഒരു ശാന്തത എൻ്റെ മനസ്സിന് അനുഭവപ്പെട്ടു. ഇനിയും ഞാൻ ഇതുപോലെ ഓരോന്ന് ചെയ്യും. എനിക്ക് മനസ്സിൽ ശാന്തി കിട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും.
അതിനുവേണ്ടി നിങ്ങൾ കാത്തിരുന്നോ? ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് തന്നില്ലെങ്കിൽ നിങ്ങളുടെ മോളുടെ മരണം ഇതുപോലെ നിങ്ങൾ കാണേണ്ടി വരും. നിങ്ങളുടെ മകളുടെ ചിതാഭസ്മം നിങ്ങൾ കടലിലൊഴുക്കേണ്ടി വരും. അതിനുശേഷം എല്ലാം തകർന്നിരിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഒഴുകിയെത്തും. എന്നിട്ട് ചങ്ക് തകർന്നിരിക്കുന്ന നിങ്ങളുടെ ഹൃദയം കുത്തിക്കീറിയെടുത്ത് നിങ്ങളെ ഞാനും തീർക്കും എന്നും പറയാണ്. അത് വായിച്ചതും കാർത്തികയും ലക്ഷ്മിയും വിറയ്ക്കാൻ തുടങ്ങി. കണ്ടില്ല അമ്മേ, സ്വന്തം ചിതാഭസ്മം പോലും അവൻ ഇങ്ങനെ അച്ഛൻ്റെ ചിതാഭസ്മം പോലും അവൻ ഇങ്ങനെ പാഴ്സലാക്കി അയച്ചു വിട്ടിരിക്കുന്നു. ഇവനെ പോലൊരു ക്രൂരനെ നമ്മൾ പേടിക്കണം അമ്മേ, പേടിക്കണം. അതേ മോളെ, അതെനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ? ഇപ്പം നമ്മൾ പേടിച്ച് മാറി നിന്നിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതം മാറിമറിക്കാൻ ഇവൻ വന്നിരിക്കുന്നതാ. നമ്മുടെ ജീവിതം തകർക്കാനാണ് ഇവൻ വന്നിരിക്കുന്നതെങ്കിൽ അവനെ നമ്മൾ എന്നേക്കുമായി തീർക്കണം. ഇനി ഒരിക്കലും അവന് സമാധാനം കൊടുക്കരുത്. സമാധാനം എന്താണെന്നറിയാതെ അവൻ ഇവിടെ നിന്നും ഓടണം. അവൻ ഈ നാട്ടിലേക്ക് വന്നത് വഴിതെറ്റിയാണെന്ന് മനസ്സിലാക്കണം. എല്ലാം കൊണ്ടും അവനെ തകർക്കാൻ ഞാൻ കാത്തിരിക്കുമോ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി എന്നാലും എന്ത് വൃത്തികെട്ടവനാ സ്വന്തം അച്ഛൻ്റെ ചിതാഭസ്മം ഇതുപോലെ എടുത്ത് അവനിങ്ങനെ പാഴ്സലായിട്ട് അയച്ചിരിക്കുന്നു. നാണം കെട്ടവൻ, നാണം ഇല്ലാത്തവൻ, ഒരിക്കലും ഗുണം പിടിക്കില്ലവൻ. അവനെപ്പോലൊരു മകൻ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ കരഞ്ഞും വിഷമിച്ചിരിക്കുക. ഈ സമയം കിരണിനെയാണ് കാണിക്കുന്നത്. ഗംഗാപ്രസാദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് കിരൺ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ആ കല്യാണി ശരിക്കും ഇതുപോലെ കിടത്തിക്കാൻ തന്നെയാണല്ലേ കിരണിനെ അടിച്ചതെന്ന് തോന്നുന്നു. അത് ചെറിയേട്ടാ, ഇതുപോലെ കിടത്താൻ വേണ്ടി തന്നെയാണ് മനപ്പൂർവ്വം അടിച്ചത്. ചിലപ്പോൾ കിരണിൻ്റെ അങ്കിളോ ഇല്ലെങ്കിൽ കല്യാണിയുടെ ആങ്ങളെയോ ആയിരിക്കാം ഇത് ചെയ്തതല്ലേ? അത് ശരിയാ, ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. അവരല്ലാതെ മറ്റാരും ഇത്രയ്ക്ക് വലിയൊരു ക്രൂരത ചെയ്യില്ല. എന്നാലും എന്ത് ധൈര്യം ഉണ്ടായിട്ട് വേണം? അല്ല കല്യാണി, കേസാക്കിയോ? ആക്കിയിട്ടില്ല ചെറിയേട്ടാ, കേസാക്കണ്ടായെന്ന കിരണേട്ടൻ്റെ അച്ഛൻ പറയുന്നേ. അതുകൊണ്ട് കേസാക്കിയില്ല. കേസാക്കിയിട്ടും കാര്യമൊന്നുമില്ല കല്യാണി. കാരണം ഈ പോലീസുകാരും ഇവരുടെ ഒപ്പം കൂടെ നിൽക്കുന്നവരാ. കേസാക്കിയാലും പിടിച്ചോണ്ട് പോയിട്ട് അവർക്ക് ജയിലിലിട്ട് ബിരിയാണിയും ജ്യൂസും നെയ്ച്ചോറും അതും ഇതൊക്കെ കൊടുക്കും. എന്നാ അവൻ പുറത്ത് കിടക്കുകയാണെങ്കിൽ അവനെ കൈകാര്യം ചെയ്യാൻ നമ്മൾ മതിയല്ലോ. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോ കല്യാണി, സഹായിയായിട്ട് ഞാനൊപ്പം ഉണ്ടാവും. അത് കേട്ടതും നമ്മുടെ കിരൺ അങ്ങനെ ഞെട്ടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കല്യാണി, എന്താ കിരണേട്ട, എന്ത് പറ്റി? ഞാൻ അവനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. എന്നാലും എത്ര തന്ത്രപരമായിട്ടാണ് അവൻ നമ്മുടെ മുൻപിൽ സംസാരിച്ചത്. അവൻ സംസാരിച്ച ഓരോ കാര്യങ്ങളും ആലോചിക്കുമ്പോൾ എനിക്ക് അറപ്പും വെറുപ്പും തോന്നുക. അവനെപ്പോലെ ഒരുത്തൻ നമ്മുടെ മുന്നിൽ നിന്നിട്ടും നമ്മളത് മനസ്സിലാക്കിയില്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അതിനേക്കാൾ കൂടുതൽ ടെൻഷനും സങ്കടവും വരിക. പേടിക്കണ്ട കിരണേട്ട, അവനെ കൈകാര്യം ചെയ്യാനല്ലേ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. കാർത്തിക ചേച്ചി എന്താ പറഞ്ഞതെന്നറിയാമോ? നമ്മൾ അവരെ സഹായിക്കേണ്ടെന്ന്. നമ്മുടെ ജീവനിൽ അവർക്ക് പേടിയുണ്ട് കിരണേട്ട. അങ്ങനെയൊന്നും സംഭവിക്കില്ല കല്യാണി. അവരെ രക്ഷിക്കണം. നമ്മുടെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും അവരെ നമ്മൾ രക്ഷിച്ചിരിക്കും. അതെ കിരണേട്ട, എന്നെ എത്രയോ പേര് കൊല്ലാൻ വന്നു. കിരണേട്ടൻ്റെ അങ്കിളും സരയും എൻ്റെ അച്ഛനും ആങ്ങളെയും ഒക്കെ എന്നെ കൊല്ലാൻ നോക്കിയതാ. എന്നിട്ട് അതെല്ലാം മറികടന്ന് ഞാൻ ജീവിച്ചില്ലേ? അതുപോലെ ഇവിടെയും എല്ലാ പ്രശ്നങ്ങളും മറികടന്ന് ഞാൻ ജീവിക്കും. എന്നിട്ട് എൻ്റെ ചേച്ചിയെയും ചേച്ചിയുടെ അമ്മയെയും ഞാൻ രക്ഷിക്കും. കിരണേട്ടനറിയോ, സ്വന്തം അച്ഛൻ്റെ ചിതാഭസ്മം അവൻ അടിച്ചു മാറ്റി എടുത്തുകൊണ്ട് വന്ന് അവർക്ക് പാർസലായി അയച്ചു കൊടുത്തിരിക്കുക. അവനെപ്പോലെ ഒരുത്തരെ കൊല്ലണ്ടേ കിരണേട്ട? അതേ കല്യാണി, ഇനി ഈ നാടകങ്ങളെ അവസാനിപ്പിക്കാൻ സമയമായി. ഞാൻ ഇവിടെ നിന്നും എഴുന്നേക്കാൻ പോവുക. അത് വേണ്ട കിരണേട്ട, അതിപ്പോൾ വേണ്ട, ഞാൻ പറയാം. അന്നേരം കിരണേട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റാൽ മതി. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ അവൻ്റെ പതനം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞതുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവനെ വെറുതെ വിടാൻ പാടില്ല കല്യാണി. അവൻ ഓരോ ദിവസവും എല്ലാവരെയും ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അത് മുഴുവനും നമ്മളിങ്ങനെ പേടിച്ച് മാറി നിന്ന് കണ്ടാൽ ഉറപ്പായിട്ടും അവൻ ആ ഭീഷണിപ്പെടുത്തലുകൾ കൂട്ടും. അതുകൊണ്ട് നമ്മൾ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി അവനെ ഇതാക്കുകയാണ് വേണ്ടത്. വളരെ തന്ത്രപൂർവ്വം പതിയിരുന്ന് അവനെ കൈകാര്യം ചെയ്യണം. അല്ലാതെ ഇങ്ങനെ മാറി നിന്നാൽ ഒരു രക്ഷയുമില്ല കല്യാണി എന്നൊക്കെ പറയണം. അത് കേട്ടതും ഭയങ്കര ദേഷ്യത്തോടെയും കല്യാണി ഇങ്ങനെ കിരണിനെ നോക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന രാഹുലിനെയാണ്. രാഹുൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനോഹർ ഒരു അമ്മായിയച്ചോ എഴുന്നേറ്റിരിക്കാനൊക്കെ ആയോ എന്നും. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ വെറുതെ എഴുന്നേറ്റിരിക്കുന്നേ ഉള്ളൂ. നീ എൻ്റെ മോളെ എന്ന് കല്യാണം കഴിച്ചോ അന്ന് മുതൽ ഞാൻ കിടപ്പിലായതല്ലേടാ. മനസ്സുകൊണ്ട് ഞാൻ കിടന്നു പോയതല്ലേടാ. മനസ്സുകൊണ്ട് ഞാൻ തകർന്നു പോയതാടാ എന്നും പറയാം. എൻ്റെ അമ്മായിയച്ചോ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്. എൻ്റെ കല്യാണം കടുത്തു. അമ്മായിയച്ഛൻ അച്ഛൻ്റെ സ്ഥാനത്ത് അവിടെ അങ്ങോട്ടേക്കൊന്ന് വരാമോ? അത് കേട്ടതും വരാൻ എനിക്ക് മനസ്സിലടാ, ഞാൻ വരില്ല. വന്നില്ലെങ്കിൽ നിങ്ങളുടെ മോളുടെ കൂടെ തന്നെ ഞാനിങ്ങനെ കടിച്ചു തൂങ്ങിക്കോളാം. വരുവാണെങ്കിൽ എൻ്റെ കല്യാണം ഈസി ആയിട്ട് നടക്കും. അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ ഞാനുണ്ടാവില്ല.
എടാ നാറി, നീ കല്യാണം കഴിച്ച് ഈസി ആയിട്ട് അങ്ങ് പോകും. പക്ഷേ എൻ്റെ മോളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കും. ആ, നിങ്ങളുടെ മകളൊരു ക്രിമിനലാ. അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് ഇത്തിരി ഭ്രാന്ത് പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. എടോ, അപ്പുറത്ത് താമസിക്കുന്നത് അവളുടെ സ്വന്തം അമ്മയാ. അവരോട് തനിക്ക് ഒരു തുള്ളി കരുണയില്ല. പിന്നെ ഞാൻ ചെയ്യുന്നത് എൻ്റെ തൊഴിലാണ്. കല്യാണം കഴിക്കുക, ജീവിക്കുക, ഇത് തന്നെയാണ് എൻ്റെ തൊഴിൽ. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടികളെ ഞാൻ സ്നേഹിക്കും. അങ്ങനെ സ്നേഹിച്ച് വരുമ്പോൾ അവസാനം ഞാനൊരു ചതിയനാണെന്ന് അറിയുമ്പോൾ അവർ കരയും. അത് നിസ്സാരം. പിന്നെ അത് എല്ലായിടത്തും നടക്കുന്നതുമാണ്. ഇതിപ്പോൾ ഞാൻ മാത്രമല്ല, മറ്റു പലരും ഇത് ചെയ്യുന്നുണ്ട്. എന്നാൽ തൻ്റെ കാര്യമോ? സ്വന്തം ഭാര്യയെയും ചതിച്ച്, ഒരു മിണ്ടാപ്രാണിയെ അപ്പുറത്തുള്ള ആ സ്ത്രീയെയും ചതിച്ച്, സ്വന്തം മകളെയും ചതിച്ച്, താൻ ചെയ്യുന്ന ക്രിമിനൽ തരം ഉണ്ടല്ലോ, ഇതൊരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാ. ഒന്നോർത്തോ, എല്ലാത്തിനും കാരണക്കാരൻ താനാ. താൻ ഒറ്റൊരുത്തൻ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, എൻ്റെ വന്ദനമോളെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ അവിടെ അച്ഛനായിട്ട് നിന്നില്ലെങ്കിൽ പിന്നെ തൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു പോയില്ല. കോടികൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ തൻ്റെ മോളെ വിട്ടിട്ട് പോകുന്നത്. തന്നോടുള്ള സഹതാപം കൊണ്ടൊന്നും അല്ല. തനിക്കത് തരാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഓർത്തോ, മനസ്സിൽ കുറിച്ചിട്ടോ, തന്നേക്കാളും വലിയ പാപി ഞാനല്ല. മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് മനോഹർ ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.